കേരള കോൺഗ്രസ് മാണി വിഭാഗം ചെയർമാൻ ജോസ് കെ മാണിയെ പരിഹസിച്ച് പാലാ നഗരസഭയിൽ പ്രമേയം. കേരള നിയമസഭയിൽ അപ്പർ ഹൌസ് രൂപീകരിക്കണമെന്ന് പ്രമേയത്തിൽ ആവശ്യം. ഈ സംവിധാനത്തിൽ നോമിനേഷനിലൂടെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ അംഗീകാരം ലഭിക്കാത്ത നേതാക്കൾക്ക് നിയമസഭയിലെത്താൻ സുവർണാവസരമുണ്ടാകും. കൌൺസിലർ ബിനു പുളിക്കക്കണ്ടം അവതരിപ്പിച്ച പ്രമേയം കൌൺസിൽ അംഗീകരിച്ചു. മഹാന്മാരായ പിതാക്കന്മാരുടെ പേരിൽ മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അഭിനവ നേതാക്കൾക്ക് നിയമസഭയിലെത്തുവാനുള്ള ഏക സാധ്യത അപ്പർ ഹൌസ് രൂപീകരണം മാത്രമാണെന്ന് പാലാ നഗരസഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ അംഗീകാരം നേടിയെടുക്കാൻ പ്രാപ്തിയില്ലാത്ത പ്രമുഖ നേതാക്കൾക്ക് നോമിനേഷനിലൂടെ നിയമനിർമ്മാണ പ്രക്രിയയുടെ ഭാഗമാകാൻ രാജ്യസഭാ മോഡലിൽ കേരള നിയമസഭയിലും അപ്പർ ഹൌസ് രൂപീകരിക്കണം. ചില പ്രമുഖ നേതാക്കൾക്ക് നിയമസഭയിലെത്താൻ ഈ സംവിധാനം സുവർണ അവസരമൊരുക്കും. ജനങ്ങളുമായി ബന്ധമില്ലാത്ത എല്ലാ പ്രവർത്തനങ്ങളുടെയും രാഷ്ട്രീയ പിതൃത്വം ഏറ്റെടുക്കുന്ന നേതാക്കൾക്കായി അപ്പർ ഹൌസ് വേണമെന്ന പ്രമേയത്തിൽ ആവശ്യം. ഇക്കാര്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെടും വിധമാണ് പരിഹാസ രൂപേണയുള്ള നഗരസഭയുടെ പ്രമേയം. അടിമുടി ജോസ് കെ മാണിക്കെതിരെയുള്ള പരിഹാസം. പാലാ നഗരസഭ 14-ാം വാർഡ് കൗൺസിലർ ബിനു പുളിക്കക്കണ്ടമാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രമേയം കൗൺസിൽ അംഗീകരിച്ചു. അതേസമയം ഭരണപക്ഷം മാണി സി കാപ്പന് നഗരസഭയിൽ സ്വീകരണം നൽകിയതിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. സ്വീകരണ വിവരം തങ്ങളെ അറിയിച്ചില്ല എന്ന് പറഞ്ഞാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. 40 വർഷം കേരള കോൺഗ്രസ് മാണി വിഭാഗം കൈവെള്ളിൽ സൂക്ഷിച്ച പാലാ നഗരസഭാ ഭരണം ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് മാണി വിഭാഗത്തിന് നഷ്ടമായത്. സ്വന്തം തട്ടകത്തിൽ പാർട്ടി ചെയർമാനും കേരള കോൺഗ്രസ് മാണി വിഭാഗം തെരഞ്ഞെടുപ്പിൽ സംപൂജ്യർ ആയതിലും പാർട്ടിയും നേതാക്കളും വലിയ പരിഹാസമാണ് നേരിടുന്നത്. ജനം, കോട്ടയം.